അലീസിന്റെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ചലഞ്ച് തീർക്കണം അല്ലേ? നമ്മുടെ മഴ എത്തി, നമ്മുടെ മണ്ടയ്ക്ക് പണ്ട് ഏത് നിമിഷവും തുള്ളി വീഴും എന്നുള്ള ഘട്ടത്തിൽ നിൽക്കുകയാണ്. ശരിയാണല്ലോ, പരിചയപ്പെടുത്തില്ലല്ലേ? നമ്മുടെ പുള്ളിയാണ്, മറ്റേ പുള്ളിയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല പപ്സ് ഉണ്ടല്ലോ, നല്ല ചൂട് പപ്സ് ഉണ്ടല്ലോ, അടിപൊളി. ഈ മഴയത്തൊക്കെ തിന്നാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം ഇല്ലേ? ഏറ്റവും നല്ല അടിപൊളി സ്നാക്സ് ആണ്. നല്ല നാടൻ പപ്സ്, അത് മുട്ടയുണ്ട്, നല്ല ബീഫുണ്ട്, പിന്നെ വേറെ ചിക്കൻ ഉണ്ടോ? എനിക്കറിയില്ല. നമ്മളെന്തായാലും എടുത്തിരിക്കുന്നത് മുട്ടയും ബീഫ് മാത്രമാണ്. പക്ഷെ മഴ വരുന്നുണ്ട് കേട്ടോ. മഴ അഥവാ മഴയാണ് നമ്മൾ സ്റ്റുഡിയോയിലായി കേട്ടോ. അഥവാ മഴ മാറുന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും അല്ലേ? അപ്പോൾ നമ്മുടെ മുത്ത് ഉണ്ടായിരുന്നു, മുത്ത് വരുമായിരുന്നു. മുത്തിൻ്റെ കൈ ഒന്ന് ചെറിയ രീതിയിൽ ഒരു മുറിവുണ്ടായി, ഒരു കമ്പ് കുത്തി കീറി. അതോട്ട് റെസ്റ്റാണ്. എന്നോട് 1 മാസം റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഈറ്റിംഗ് ചലഞ്ചിൽ. ശ്രീധ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നതിന്. കഴിഞ്ഞ റാവുത്തർ വിനീശ്വര മത്സരം ഇല്ലേ, ഗംഭീര മത്സരമായിരുന്നു. കണ്ണ് കിട്ടിയല്ലോ. അപ്പോൾ പുള്ളി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ അല്ലേ? അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ടീമായിട്ട് മാറി ഇന്ന് 2 പേരടങ്ങുന്ന ടീമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കും വിജയിക്കാൻ പറ്റത്തില്ല അങ്ങനൊന്നും. അപ്പോൾ നമുക്ക് എന്തായാലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം. നല്ല ചൂട് പപ്സ് കേട്ടോ, ഒക്കെ ചൂടാണോ, സോഫ്റ്റാണ്. അത് കട്ടിയാവുന്നതിന് നമുക്ക് കഴിച്ചു തുടങ്ങാം അല്ലേ? ഓക്കെ. ഗൈസ്, അപ്പോൾ അവിടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകണം. ഇപ്പോഴും മഴ വീണിട്ടില്ല, തുള്ളി വീഴുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തീർക്കാം. അപ്പോൾ 2 ടീമല്ലേ? അപ്പം നമ്മുടെ ഒരു ടീമിനെ പ്രതിനിധീകരിക്കുന്നത് നന്ദോളിയിലും മറ്റേ ടീമിനെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ബീവിയാണ്. അപ്പം ഇവർക്ക് 2 പേർക്കും ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും പോകണം. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് അവരാണ് ക്യാപ്റ്റൻസ്, അവർക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. അതെ, അല്ലല്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്താ പഴയ എടുക്കാം. നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മൾ കളിക്കുമ്പോഴൊക്കെ 2 പേരിടും ഇല്ലേ? അപ്പൊ 2 പേര് പേരിട്ടുണ്ട് വരും. അപ്പൊ ഇവര് സെലക്ട് ചെയ്യണം. അതായത് ഏത് പേരാ വിളിക്കുന്നത് അത് ആ ആള് ഇവരോട് പോകും. ഈ ടർബോ ജോസ്, ഇവൻ ദുബായ് ജോസ്, ടർബോ ജോസ് ഇല്ല. കേട്ടടാ? ദുബായ് ജോസിന് വേണോ ടർബോ ജോസിന് വേണോ? എനിക്ക് ടർബോ ജോസിനോ? അപ്പോൾ ആദ്യം മത്സരിക്കുന്നത് ദുബായ് ജോസും ടർബോ ജോസും കേട്ടോ. അവര് ഫസ്റ്റ് റൗണ്ടിൽ മത്സരിക്കും. ഒരു 5 പപ്സ് ആയിരിക്കും, 3 മീറ്റും 2 മുട്ടയും. ഇവര് ജയിച്ചാല് അടുത്ത ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത് മനസ്സിലായി. അത് 8 പപ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങളാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത്. 2 ജ്യൂസുകൾ തമ്മിൽ, ടർബോ ജ്യൂസും ദുബായ് ജോസും ടർബോ ജോസും. അപ്പോൾ ഞങ്ങൾക്ക് 5 എണ്ണം കേട്ടോ. ഈ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ 7 എണ്ണേ ഉള്ളൂ കേട്ടോ. കാരണം ഒരെണ്ണം PB കട്ട് ചെയ്തിട്ടുണ്ട്, മുട്ട പപ്സ് ഇല്ല. കാരണം അതുകൊണ്ട് 8 എണ്ണം അല്ലേ, 7 എണ്ണം. മുട്ട ഒരെണ്ണം കുറവുണ്ട് കേട്ടോ. പിന്നെ മുട്ട പപ്സിന്റെ ഏറ്റവും വലിയ ടീം ആയിരിക്കുന്നത് അറിയാം. ഒരെണ്ണം അകത്താക്കിക്കൊണ്ട് നമ്മുടെ ദുബായ് ജോസ് അവർ മുന്നിട്ടിരിക്കുന്നു. ദുബായ് ജോസ് ഒരെണ്ണം അകത്താക്കിക്കൊണ്ട് മുന്നിട്ടിരിക്കുന്നു. ദുബായ് ജോസ് മുന്നിട്ടിരിക്കുന്നു. ദുബായ് ജോസ്, സുബിൻ, ഇപ്പി, ടർബോ ജോസ് തൊട്ട് പുറകിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു ഏറ്റവും പുറകിൽ ടർബോ ജോസ്. മുട്ട കാറ്റഗറി കംപ്ലീറ്റ് ചെയ്തു ദുബായ് ജോസ്. മുട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇതാ ശ്രീതളിയൻ തൊട്ട് പുറകിൽ. മുട്ട കഴിഞ്ഞിട്ടില്ല. സ്ട്രാറ്റജി ഷവർമ കഴിക്കാനുള്ള പ്ലാനാണോ? സ്ട്രാറ്റജി റോൾ ഷവർമാക്കി കഴിക്കുന്നു പപ്സ്. ഇതാ ദുബായ് ജോസ് 2 എണ്ണം മാത്രം ബാക്കി.
ദുബായ് ജോസ് വെള്ളം കുടിക്കുന്നു. ദുബായ് ജോസ് ഇവിടെ 3 രണ്ടെണ്ണം കൂടെ ഉള്ളൂ. 4 അകത്താക്കി മുന്നിട്ട് നിൽക്കുന്നു ഇപ്പി. ദുബായ് ജോസ് അടിച്ചു കയറി വാ. തൊട്ട് പറയിൽ 2 ഇപ്പോഴും ബാക്കിയാണ്. 2 ഇപ്പോഴും ബാക്കിയാണ്. ലേറ്റസ്റ്റ് ടർബോ ജോസ്. ടർബോ ജോസ് പോരാ. തൊട്ട് പറയിൽ ടർബോ ജോസ് മുന്നിട്ട് നിൽക്കുന്നു. ടർബോ ഒരെണ്ണം മാത്രം ബാക്കി. അവൻ പലതും പറയും. അടിച്ചു കയറി വാ. ഇതാ വിജയത്തിലേക്ക് ആദ്യഘട്ടത്തിൽ വിജയത്തിലേക്ക് എത്തുന്നു സുബിൻ. ഇതാർക്കിനുള്ള മറുപടിയാണോ? പിന്നെ കഴിക്കത്തില്ലെന്ന് പറയുന്നവർക്കുള്ള വിജയത്തിലേക്ക് സുബിൻ. വിജയത്തിലേക്ക് ദുബായ് ജോസ്. വിജയത്തിലേക്ക്. പൊടി കാണാൻ പാടില്ല. പൊടിയും കഴിക്കണം. ഡയലോഗ് പറയാൻ കഴിയണം. വിജയത്തിലേക്ക് നമ്മുടെ ദുബായ് ജോസ്. വിജയത്തിലേക്ക് ദുബായ് ജോസ്. ഒരു പൊടി മാത്രം. ഇതാ ലാസ്റ്റ് മിനിറ്റ് ടർബോ എഞ്ചിൻ ഓണായി. ലാസ്റ്റ് മിനിറ്റ് പാസ് കൊടുത്തിരിക്കുന്നു. പൊടി കഴിക്കണം. പൊടി കഴിച്ചാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. പൊടി കഴിച്ചാൽ പാസ് കൊടുക്കാം. പാസ്. യെസ് പാസ്. അടുത്ത ടീം കയറിയിരിക്കുന്നു. വാശിയേറിയ മത്സരത്തിന് വാശിയേറിയ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നു ടീം ദുബായ് ടീം മുന്നിട്ട് നിൽക്കുന്നു. ടർബോ ടീം തൊട്ട് പറയും. സ്ട്രാറ്റജി പൊടിക്കുന്നു. ഇതാ പൊടിച്ച് കഴിക്കുന്നു. കുറച്ച് പുളിശ്ശേരി, കുറച്ച് സാമ്പാർ ഒഴിക്കട്ടെ. സ്ട്രാറ്റജിയുമായി പൊടി തീർക്കണം. ഫസ്റ്റ് റൗണ്ട് 2 ടീമും കംപ്ലീറ്റ് ആക്കി. സെക്കൻഡ് റൗണ്ട് നന്ദോളിയും കയറി. യെസ് കമോൺ. ഇനിയാണ് മത്സരം. വാശിയേറിയ മത്സരം. PBയും നന്ദോളിയും തമ്മിലുള്ള വാശിയേറിയ മുട്ട പപ്സ് തീറ്റ മത്സരം. ഇതാ കടന്നു വരും. സപ്പോർട്ട്. ഇതാ മുന്നിട്ടിരിക്കുന്നു ടീം ദുബായ്. ഇതാ ടർബോ എഞ്ചിൻ ഓണായിരിക്കുകയാണ്. ഒന്നുമില്ല. ബീവി പോക്കാ. ബീവി ആ ഒരു കുഴച്ചിട്ടുണ്ടോ? കുഴച്ചാ പോയി. ബീവി കുഴച്ചത് ഒരു ചോറ് പോലെ ആക്കിയിട്ടുണ്ട്. ബീവിയുടെ കണ്ണ് കണ്ടാരെ കേട്ടോ. പൊടിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ പൊടിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. വെള്ളം ഒഴിച്ച് അരക്കും. വെള്ളമൊക്കെ 4 പീസ് മാത്രം. ഇവിടെ 3. സൂര്യ 3 മാത്രം ബാക്കി. ടർബോ ടീമിന് 3 ബാക്കി. ദുബായ് ടീമിന് 3.25 ബാക്കി. കമോൺ. രണ്ട് മുട്ടയും 1 മീറ്റും മാത്രം. 2 മുട്ട 1 മീറ്റും മാത്രമാണ് ഞങ്ങൾ ടർബോ ജ്യൂസിലുള്ളത്. 2 മുട്ട 1 മീറ്റ് മാത്രം. ഇവിടെ 2 മീറ്റ് മാത്രം ബാക്കി ദുബായ് ടീമിന്. 2 മീറ്റ് മാത്രം. ഇല്ല കഴിച്ചു. സൂര്യ അതിന്റെ ഇടയ്ക്ക് കുഴച്ചാ പോയി. കമോൺ ആ പാവം പിടിച്ച് ചേർക്കല് ഇതാ മുന്നിട്ട് നിൽക്കുന്നു ടർബോ ടീം. കമോൺ. ചാടി വീഴുന്നു, കുഴയ്ക്കുന്നു, വായിലോട്ട് പോയി. ഇവ കുഴച്ചിട്ടുണ്ടാ പോയി. അടിച്ച്
ഒന്നര ബാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി രണ്ടാമത് ഇന്ന് മഴ പെയ്താലും കുഴപ്പമില്ല. പോയി കാറ്റ് പോയി. എത്ര കുഴക്കണ്ടായിരുന്നല്ലോ. കുഴച്ചപ്പോ എല്ലാം കൂടെ വിടർന്നു പോയി. ഇവരെന്ത് കുഴച്ചിട്ടുണ്ട് അന്നും തോന്നുന്നു. അതെ അതെ അതെനിക്കറിയാം. കിറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ഇത് കഴിക്കണ്ട. കഴിച്ചോ? ഓക്കെ. കമാൺ. എന്താണ് ബി പി കുറ്റിയാണോ? വാക്ക് പറയട്ടെ പുള്ളി പറയട്ടെ. നമുക്ക് ഒട്ടകത്തിന്റെ പാലൊക്കെ നടക്കാൻ പോകും. ക്വിറ്റ് ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അത് കുഴപ്പമില്ല. പറ, നമ്മളെ അറിയത്തുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു. ഇല്ല, ക്വിറ്റ് ചെയ്യില്ല. അന്ന് കഴിക്കാൻ പറയുന്നോട് വരൂ പാർട്ണർ. കഴിക്കുന്നില്ല. പറ എന്തോ ഞങ്ങൾക്ക് ചോറിനുണ്ട് വൈകിട്ട്. അതുകൊണ്ട് ഒരു പത്ത് എന്റെ വയറ്റിൽ ഓൾറെഡി ഉണ്ട്. ക്വിറ്റ് ചെയ്തേക്കാം. തോൽവിയിൽ പിന്നെ പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ വേണം. ഞാൻ കഴിക്കും. അത് മത്സരിക്കാം. നീ എന്നാ ഇത് കഴിക്കും. എന്നാ ഞാൻ മത്സരിക്കാം. ടർബോ ഇല്ലേ? ടർബോ ജയിച്ചിരിക്കുകയാണ്. തോറ്റെന്ന് പറഞ്ഞില്ലേ? താങ്ക് യു. ആദ്യമേ ഒരെണ്ണം കഴിച്ചത് കൊണ്ട് എനിക്ക് ആ പുള്ളിങ് അങ്ങോട്ട് കിട്ടി. ഞാൻ എന്റെ ചോറ് കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ചോറ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഞാൻ കഴിച്ചില്ലേ? പാവം പിടിച്ച് ചേർക്കാണ്ടില്ലേ? ഞാനും ചോറ് പുള്ളി ഹാഫ് ടൈം വരെ പുള്ളി കയറി വന്നതാ. കണ്ടോ? ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴത്തെ കളി മാറി. കുഴച്ചിട്ടുണ്ടോ? തോറ്റിട്ടുണ്ടോ? അത് അത് പി ബി ഏത് മത്സരത്തിലാണ് ആദ്യം എന്തെങ്കിലും ഇട്ട് കുഴച്ചാൽ ആ മത്സരം തോറ്റു. ആ പ്രതീക്ഷ കഴിക്കും. ആവശ്യം കയറിട്ട് കുഴക്കും. അല്ല, ഞാൻ അവസാനം നോക്കിയപ്പോ കുഴച്ചു. അപ്പോഴേക്ക് സന്തോഷമായി. ദൈവമേ തോറ്റല്ലോ. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ നമ്മുടെ മുഖത്തല്ല ഈ സംഭവം. പലഹാരമാണ്. അതെ അതെ അതെ. ഈ സംഭവം ഇതുപോലുള്ള വെറൈറ്റി ചലഞ്ചുകളാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നില്ല ഇനി തൊട്ടോ. എല്ലാവരെയും ഉൾപ്പെടുത്തി ഉള്ള രീതിയിൽ മത്സരമായിരിക്കും. എടുക്കട്ടെ ഞങ്ങൾ നടത്തും. അടിച്ചു കയറി പോയി. ഇതിപ്പോ ഇന്നത്തെ ചലഞ്ച് വിജയിച്ചിരിക്കുന്നത് ടീം ടർബോയാണ്. യെസ്. ഓക്കെ, അടുത്ത് നമ്മളെ ദുബായ് ജോസ് പറയണ്ടോ? ഞാനൊരു ഇതങ്ങ് കഴിച്ചു പോയി. അതുകൊണ്ട് പപ്സ് കഴിച്ചത് കൊണ്ട് തോറ്റു. ഇത് നാണോ ഇവൻ? ഇനിയും ഇത് ഈ വീഡിയോ തീരുന്ന മരുന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇന്ന് ഈ വീഡിയോ തീർന്നിട്ട് നമ്മൾ സ്റ്റുഡിയോക്കകത്ത് പോകുന്ന ഇത് കേട്ടോണ്ടിരിക്കണം. ദൈവമേ, പഞ്ഞി നടക്കത്തില്ല ഇത് എല്ലാ ഗെയിമും തന്നെ. അപ്പോൾ ഇനി മുതൽ വെടിക്കെട്ട് വെറൈറ്റി മത്സരങ്ങൾ വരുന്നതായിരിക്കും. നമ്മളെ ചൊറിയണം ചലഞ്ച് ചെയ്യണം. ഇല്ലേ, ചൊറിയണം വേണ്ടേ? ചൊറിയണ്ടേ? വേണ്ടേ? ഞാൻ 3 തവണ ചെയ്തു. അത് 2 തവണ 3 തവണ വീഡിയോ എടുത്തു. 2 തവണ ചെയ്തിട്ടുള്ളൂ. 3 തവണ. ഇല്ല. ഇങ്ങനെ കള്ളം പറയാടാ. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളായിരുന്നു? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇനി ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട്